ഇപ്രാവശ്യം ഒരു തെക്കൻ യാത്രക്കായി 2026 ജനുവരി 27 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ഞങ്ങൾ കുമ്പള റെയിൽവേ സ്റ്റേഷനിലെത്തി. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ തലസ്ഥാന നഗരിയാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. പക്ഷേ അരമണിക്കൂർ വൈകിയാണ് മംഗലാപുരത്ത് നിന്നും ട്രെയിൻ പുറപ്പെട്ടത്. സ്ലീപ്പർ കോച്ചിൽ RAC സ്റ്റാറ്റസിലാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയതെങ്കിലും TTയുമായി സംസാരിച്ച് കോഴിക്കോട് എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ബർത്ത് ലഭിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല സുഖയാത്രയായിരുന്നു. സുഖനിദ്ര. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ തമ്പാനൂരിലാണ് റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് ഡിപ്പോയും ഒക്കെ ഉള്ളത്. തമ്പാനൂരിൽ നിന്ന് അധികം ദൂരെയല്ലാതെ തന്നെ 2 റൂമുകൾ തരപ്പെടുത്തി പ്രഭാത നമസ്കാരവും നിർവഹിച്ച് കുളി കഴിഞ്ഞ് പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ നിയമസഭാ മന്ദിരം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ഈ യാത്രയിൽ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യവും അതായിരുന്നു. നിയമസഭാ ഹാളിൽ കയറി സമ്മേളനം കാണുക, പറ്റുമെങ്കിൽ നിയമസഭാ സാമാജികരെയൊക്കെ ഒന്ന് കാണുക. അതിനുവേണ്ട അനുമതി പത്രം നമ്മുടെ MLA AK അഷ്റഫ് ചെയ്തു തരാം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഞങ്ങളുടെ യാത്രയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അഷ്റഫ് പറവാട് ഇടയ്ക്കിടെ MLAയുമായും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അഷ്റഫ് കൊടിയമ്മയുമായും ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. റൂമിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമേ നിയമസഭാ മന്ദിരത്തിലേക്കുള്ളൂ. യാത്രാമധ്യേ പഴയ നിയമസഭാ മന്ദിരവും കാണാനിടയായി. തലസ്ഥാന നഗരിയിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ തമ്പാനൂരിൻ്റെ 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി തിരുവനന്തപുരത്ത് അടുത്തടുത്തായി തല ഉയർത്തി നിൽക്കുന്ന ഗണപതി ക്ഷേത്രം, പാളയം പള്ളി, സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ, തുടർന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ഇവയൊക്കെ ഈ ഓട്ടോറിക്ഷ യാത്രയിൽ ഞങ്ങളുടെ കാഴ്ചയിൽ മിന്നിമറഞ്ഞു. 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടത്തിലെത്തി. കുട്ടികൾക്ക് നിയമസഭ കാണിക്കാൻ 1-2 സ്കൂൾ ബസ്സുകളും അവിടെ എത്തിയിരുന്നു. അല്പസമയത്തിനു ശേഷം അഷ്റഫ് കൊടിയമ്മ വന്ന് ഞങ്ങൾക്ക് വേണ്ട അനുമതി പത്രങ്ങളൊക്കെ തരപ്പെടുത്തി മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് ശേഷം നിയമസഭാ മന്ദിരത്തിനകത്ത് കയറി. അത്യാവശ്യം കറൻസികൾ ഒഴിച്ച് മറ്റൊരു സാധനവും അകത്ത് കയറ്റിവിടില്ല. പ്രവേശന കവാടത്തിൽ പിടിച്ചുവെച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ മൊബൈലും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അകത്തെ ദൃശ്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ലെന്ന വിഷമം ബാക്കിയായി. സമ്മേളന ഹാളിൻ്റെ കവാടത്തിന് മുന്നിലെ മറ്റൊരു കർശന പരിശോധനയ്ക്ക് ശേഷം നിയമസഭാ ഹാളിനകത്ത് പാലിക്കേണ്ട മര്യാദകളൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വിവരിച്ചു തന്നു. തുടർന്ന് അകത്ത് കയറി. ചോദ്യോത്തര വേളയായിരുന്നത് കൊണ്ട് തന്നെ ആ സെഷൻ ഞങ്ങൾക്ക് ബോറായി തോന്നി. നമ്മുടെ സമരനായകൻ AK അഷ്റഫ് ആരിക്കാടി ടോൾ പ്ലാസയെപ്പറ്റി ചോദ്യമുന്നയിച്ചതും അതിന് മന്ത്രി റിയാസ് മറുപടി പറഞ്ഞതും മാത്രം ഒരു ആവേശമായി തോന്നി. അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ സമ്മേളന ഹാളിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ ധാരാളം MLAമാരെയും അവരുടെ കൂടെ പലവിധ ആവശ്യങ്ങൾക്കായി നടക്കുന്ന പാർട്ടി അനുഭാവികളെയും കണ്ടുമുട്ടി. നിയമസഭയ്ക്ക് അകത്തുള്ള കഫ്റ്റീരിയയിൽ വെച്ച് MLAയുടെ വക ചായ സൽക്കാരവും കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിയമസഭാ ഹാളിൽ കയറണമെന്ന് ഞങ്ങൾക്ക് തോന്നി. MLAയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് മാനിച്ച് അവർ ഞങ്ങൾക്കതിനുള്ള അനുമതി നൽകി. ഇപ്രാവശ്യം VIP ഗാലറിയിലാണ് അവസരം ലഭിച്ചത്. പ്രതിപക്ഷ നിരയുടെ തൊട്ടടുത്തായിട്ടുള്ള ഗാലറിയിലിരുന്ന് ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും സബ്മിഷനുകളും ഞങ്ങൾ അടുത്തിരുന്ന് വീക്ഷിച്ചു. 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം ഏകദേശം 3 മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല വിശപ്പ്. തിരുവനന്തപുരം ആര്യാസിൽ വെച്ച് ഉച്ചഭക്ഷണവും കഴിച്ച് ദുഹറും അസറും ചുരുക്കി നമസ്കരിച്ച ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കിഴക്കേക്കോട്ടയിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ പുറപ്പെട്ടു. തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാൻ KSRTC ഒരുക്കുന്ന സംവിധാനമാണ് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് സർവീസ്. കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എതിർവശത്തു നിന്നാണ് ഡബിൾ ഡക്കർ ബസ്സിൽ ഈ യാത്ര പുറപ്പെടുന്നത്. ദിവസേന നിരവധി ബസ്സുകളാണ് ഈ യാത്രക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. തിരക്ക് കാരണം ചിലപ്പോൾ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിൽ നാട്ടിൽ നിന്നു തന്നെ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ പ്രതീക്ഷിച്ച തിരക്കുകളൊന്നും ബസ്സിൽ കണ്ടില്ല. താഴത്തെ നിലയിൽ ഒരാൾക്ക് 100 രൂപയും മുകളിലത്തെ നിലയിൽ 200 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. നഗരം വിശാലമായി കാണണമെന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ മുകൾ നിലയിലെ സീറ്റുകൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തിൻ്റെ പ്രധാന വീഥികളിലൂടെയെല്ലാം ബസ് ചലിച്ചു. മനോഹരമായൊരു സായാഹ്നമാണ് ഞങ്ങൾക്ക് ഈ യാത്ര സമ്മാനിച്ചത്.
ആലപ്പുഴയുടെ മണ്ണിൽ നിന്നേ അനന്തപുരിയെ പുൽകാൻ വന്നേ. ഇരട്ടത്തട്ടിലെ ബസിലേറിനേ നഗരം കാണാൻ ഞങ്ങൾ വന്നേ. നഗരം കാണാൻ ഞങ്ങൾ വന്നേ. കാറ്റും കൊണ്ട് മുകളിലിരുന്ന് കാഴ്ചകൾ ഓരോന്നായി കണ്ടേ. തിരുവനന്തപുരം നഗര വീതിയിൽ രാജകീയമായി പാറി നടന്നു ഞങ്ങൾ. കവടിയാർ കൊട്ടാര ഗരിമ കണ്ടു, നീ ഞമസഭകം തലയെടുപ്പും കണ്ടു. മൃഗശാലയിലെ കൗതുകം നോക്കി നിശാഗന്ധിയിൽ ഈണം കേട്ടു. പാളയം പള്ളിയും സ്ത്രീതെടിയാവും പിന്നിട്ടു ഞങ്ങൾ പറന്നുപോയി. ലുലുമാളിലെ ജനത്തിരക്കിൽ മുങ്ങി ശംഖുമുഖത്തെ മണലിൽ ഇരുന്നു. കടൽ കാട്ടെ കുതുകഥകൾ പറഞ്ഞു, മൊഗ്രാൽ മനസ്സിൻ ചിരി പടർത്തി. മടക്കയാത്രയിൽ കൂട്ടിനുണ്ട് മറക്കാത്തി സുന്ദര ഓർമ്മകൾ മാത്രം. നാളെ കന്യാകുമാരിയിലാണ് ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് 1.5 ദിവസമാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾക്കായി ലഭിക്കുക. മറ്റന്നാൾ വൈകിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് അന്നേ ദിവസം മറ്റു സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന തീരുമാനപ്രകാരം പകൽ മാത്രം പോയി കാണേണ്ട കോവളം ബീച്ച് ഈ രാത്രിയിൽ തന്നെ പോയി കാണാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ കോവളം ബീച്ചിൻ്റെ പ്രകൃതി സൗന്ദര്യവും മനോഹാരിതയൊന്നും ഞങ്ങൾക്ക് വേണ്ട വിധം ആസ്വദിക്കാനോ അത് ചിത്രീകരിക്കാനോ സാധിച്ചില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ തീരെ തിരക്കുമുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ യാത്ര ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിലേക്കാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ആര്യാസിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പൂനെയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്ന കന്യാകുമാരി എക്സ്പ്രസ്സിൽ 9:10 ഇന്നത്തെ ഞങ്ങളുടെ കന്യാകുമാരി യാത്ര. വെറും 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. കൃത്യം 11:55 കന്യാകുമാരിയിൽ വണ്ടി ഇറങ്ങി. കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്കുള്ള ടിക്കറ്റും ദർശന ടിക്കറ്റും യാത്രാമധ്യേ ഓൺലൈനായി തന്നെ ബുക്ക് ചെയ്തിരുന്നു. പുറത്തിറങ്ങിയാൽ ടാക്സിക്കാരുടെ ബഹളമാണ്. 1.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 100 രൂപയാണ് അവർ ഈടാക്കുന്നത്. വിലപേശിയിട്ട് കാര്യമില്ല, എല്ലാവരുടെയും നിരക്ക് ഒന്നു തന്നെ. ഈ കാര്യത്തിൽ അവർക്കിടയിൽ ഭയങ്കര ഐക്യമാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഫെറി സ്റ്റേഷനിലെത്തി. ഫെറി യാത്രയ്ക്ക് 2 തരം ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്, 100 രൂപയുടെയും 300 രൂപയുടെയും. പക്ഷേ യാത്ര ഒരേ കപ്പലിൽ ഒരേ കാറ്റഗറിയിൽ. വ്യത്യാസം ടിക്കറ്റ് എടുക്കുന്ന രീതിയിലാണ്. ക്യൂ നിന്നെടുക്കാൻ 100 രൂപയും ക്യൂ ഇല്ലാതെ 300 രൂപയും. ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്ത ശേഷം ഫെറിയിലേക്ക് കയറാനായി ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ മുനമ്പിൽ 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു പോയിന്റിൽ സമ്മേളിക്കുക എന്നതും ഒരു മനം കുളിർക്കുന്ന നിമിഷങ്ങളാണ്. ഫെറിയിൽ 10 മിനിറ്റ് സമുദ്രയാത്രയാണ് വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിലേക്കുള്ളത്.
ചെരുപ്പുകൾ പുറത്ത് ലോക്കറിൽ സൂക്ഷിച്ചിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ വിവേകാനന്ദ പാറയിലേക്ക് കയറേണ്ടത്. കടലിന് നടുവിലുള്ള ഈ പാറയിലാണ് സ്വാമി വിവേകാനന്ദൻ 1892 ജീവിതത്തിൻ്റെ അവസാന കാലത്ത് 3 ദിവസം തപസ് ചെയ്യാനിരുന്നത്. 1970 വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ സ്ഥാപകനായ ഏകനാഥ് റാണ്ടയുടെ നേതൃത്വത്തിലാണ് ഈ സ്മാരകം പണിതത്. വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിനകത്താണ് സ്വാമി വിവേകാനന്ദൻ്റെ വെങ്കല പ്രതിമയുള്ളത്. ഇതിൻ്റെ വാസ്തുവിദ്യയിൽ ഇന്ത്യയിലെ വിവിധ ശൈലികളായ അജന്ത, എല്ലോറ, ദക്ഷിണേന്ത്യൻ ക്ഷേത്ര ശൈലികൾ സമന്വയിപ്പിച്ചിട്ടുണ്ട്. 3 കടലുകൾ ചേരുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയാണിത്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്ന കാഴ്ച. ഒരേ കടൽ തീരത്ത് നിന്നു തന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ കഴിയുന്ന ഇടമാണ് കന്യാകുമാരി. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനത്തിന് മുൻപ് പൊതുദർശനത്തിന് വെച്ചിരുന്ന സ്ഥലം കൂടിയാണ് കന്യാകുമാരി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം സൂര്യപ്രകാശം കൃത്യമായി ഗാന്ധിജിയുടെ ചിതാഭസ്മം വെച്ചിരുന്ന സ്ഥാനത്ത് വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. വിവേകാനന്ദ പാറയ്ക്ക് തൊട്ടടുത്തുള്ള മനോഹരമായ മറ്റൊരു പാറയിലാണ് ലോകപ്രശസ്ത തമിഴ് കവിയും ദാർശനികനുമായ തിരുവള്ളുവരുടെ കൂറ്റൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പാലവും ഇപ്പോൾ കാണാം. അതിനടിയിലൂടെ നോക്കിയാൽ കടൽ തിരമാലകളുടെ മനോഹരമായ കാഴ്ചയും കാണാം. 133 അടി ഉയരമാണ് ഈ തിരുവള്ളുവരുടെ പ്രതിമയ്ക്കുള്ളത്. തിരുവള്ളുവർ എഴുതിയ തിരുക്കുറളിലെ 133 അധ്യായങ്ങളെയാണ് ഈ ഉയരം സൂചിപ്പിക്കുന്നത്. പ്രശസ്ത ശില്പി ഗണപതി സ്ഥാപതിയുടെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്ന് കരിങ്കലിലാണ് ഇത് പണിതീർത്തത്. പ്രതിമയുടെ പീഠത്തിന് 38 അടി ഉയരമുണ്ട്. ഉച്ചഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം വൈകിട്ട് സൂര്യാസ്തമയം കാണാനായി ഞങ്ങൾ സൺസെറ്റ് പോയിന്റിലേക്ക് നീങ്ങി. കന്യാകുമാരിയിലെ സൂര്യാസ്തമയം ലോകപ്രശസ്തവും അതിമനോഹരവുമായ ഒരു കാഴ്ചയാണ്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ഇന്ത്യയുടെ ഈ തെക്കൻ മുനമ്പിൽ കടലിലേക്ക് സൂര്യൻ താഴ്ന്നിറങ്ങുന്നത് കാണാൻ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. ആകാശത്ത് പടരുന്ന ചുവപ്പും ഓറഞ്ചും കലർന്ന നിറങ്ങൾ കടൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ഇന്ന് അല്പം ആകാശം മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച രീതിയിൽ സൂര്യാസ്തമയം കാണുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെ സൂര്യാസ്തമയ കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ കന്യാകുമാരിയോട് വിട പറയുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ മറ്റൊരു പ്രദേശമായ വടാശ്ശേരി വരെ തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിൽ, അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് KSRTC വഴി. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ബസ് നിരക്കുള്ളത് ഒരുപക്ഷെ തമിഴ്നാടായിരിക്കാനാണ് സാധ്യത. കാരണം കന്യാകുമാരി മുതൽ വടാശ്ശേരി വരെ 40 കിലോമീറ്റർ വെറും 20 രൂപയ്ക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. വടാശ്ശേരിയിൽ നിന്ന് തമ്പാനൂരിലേക്ക് 50 കിലോമീറ്റർ, അതിന് അവർ ഈടാക്കിയത് 76 രൂപയാണ്. ഏതായാലും ഒരു സുഖകരമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം KSRTC ബസ് ഡിപ്പോയിലെത്തി.
നാളെ തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ട് ആസ്വദിക്കണം. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക്. ഈ വാസ്തവത്തിൻ്റെ ഒരു മാജിക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത് നിൻ്റെ അതേ തള്ള തന്നെയാണല്ലോ ഇവിടെ തള്ളിയത്. അടുത്തത് ചന്ദ്രശേഖര. രണ്ട് സമാന പെൻഡലുകൾ അവരുടെ ആധാര ബിന്ദുക്കൾക്കിടയിൽ തമ്മിൽ ബന്ധിപ്പിച്ചു. ഇവർ ഒന്നിനെ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് മറ്റേ പെൻഡിലത്തെ ആട്ടുക. മറ്റേ നാട്ട് ഒന്ന് അതാട്ടോ. ഇതാണ് ഈ മാജിക്കല്ലേ പഠിച്ചത്? സമാന പെൻഡലങ്ങളെ ഈ മാജിക്ക് ചെറുതിലെ ചെറുപ്പത്തിലുണ്ട് ഈ മാജിക്ക്. അടുത്തത് നീർച്ചുഴി. സ്വിച്ചമർത്തി നിരീക്ഷിക്കുക. നീർച്ചുഴി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. ഭ്രമണം ചെയ്യാതിരിക്കുമ്പോൾ പ്രതലബലം കേന്ദ്രഭാഗത്തുള്ള ദ്വാരത്തിന്. ഇതെല്ലാം മലയാളം തന്നെയാണ്. ഇത് എന്താ ചോദിക്കോളെ. ഇതാണ് നമ്മൾ സർവത്ത് കുടിക്കുന്ന എങ്ങനെയാണ് കുലുക്കി സർവത്ത് ഉണ്ടാക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക്. കുലുക്കി സർവത്ത് എങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അടുത്തത് ഇവിടെ സംഭവിക്കും. ഒന്നും അതിലധികം ഗോളങ്ങൾ വലിച്ചു കൊടുക്കുക. ഒന്നും അതിലധികം ഗോളങ്ങൾ ഒരു വശത്ത് വലിച്ചു കൊടുക്കുക. അത്രയും നേരം ഗോളം മറുവശത്ത് തെറിച്ച് മാറുന്നത് കാണാം. ഇതിനപ്പുറം ഇപ്പോൾ ടച്ച് ആകുമ്പോഴേക്ക് എങ്ങനെ തന്നെ അതുവരെ നീന്തി കാണപ്പെടും. സ്വിച്ച് അമർത്ത്. എന്ത് സംഭവിക്കും? സ്വിച്ച് അമർത്ത്. അമർത്ത് സ്വിച്ച്. നമ്മൾ 50 പോയാൽ ഡൗട്ടുണ്ട്. ഇതാകും ഇത്ര മാത്രം. ബാക്കിയെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, കണ്ണാടി വെച്ചിട്ട് താത്തൊക്കെ പോയി. സംഗതി ഇത്ര മാത്രമല്ല. ഇതാണ് പറയുന്നത് ആഴം അറിയാത്ത കനം. സംഗതി ഇത്ര ബാക്കിയെല്ലാം ക്യാമറ മിറർ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇത് ആഴം അറിയാത്ത കനം. ഇതെന്തുണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്? ആഴം തോന്നിക്കുന്നില്ല. രണ്ട് സമാന്തര സംഗതി ഇതില്ല. ഇത്രേ അതിൻ്റെ ഐറ്റുള്ളൂ. പക്ഷെ അത് കാണുമ്പോൾ എല്ലാ കിണർ പോലെ തോന്നും. അറസ്റ്റ് യുവർ ഷാഡോ. അറസ്റ്റ് യുവർ ഷാഡോ. അങ്ങനെ എന്താ വെച്ചാൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. സ്ക്രീനിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വിച്ച് അമർത്തുക. ഫ്ലാഷ് ലൈറ്റ് തെളിയിക്കുക. ആ അമർത്തിക്കോ. ഇതാണ് ഷാഡോ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ലൈറ്റ് ഓഫ് ആയി ഉടനെ നീങ്ങിയാൽ മതി. അമർത്തിക്കോ. പ്രസാക്കോ. ലൈറ്റ് ഓഫ് ആയി നെക്സ്റ്റ് ഇങ്ങോട്ട് വരണം. അങ്ങോട്ടോ. ഫോട്ടോ ഇപ്പൊ കിട്ടാല. പിന്നെ സ്വിച്ച് അമർത്തിയിട്ട് നമുക്ക് ഭാവങ്ങൾ ശ്രദ്ധിക്കുക. ലൈറ്റ് മാത്രം വ്യത്യാസമാണ്. പ്രസന്നോ. പ്രസന്നം. പ്രസന്നം. ഇത് പ്രസന്നമായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് മ്ലാനം. മൂന്നാമത്തത് രൗദ്രം. എക്സ്പ്രഷൻ. ഇത് രൗദ്രമല്ല. ഇത് ഉറങ്ങുന്നില്ല. അത് ഉറങ്ങുന്നുണ്ട്. രൗദ്രം. ഇത് ഇവിടെ ഇവിടെ നിർത്തി കൈ ഒരു സൈഡിലേക്ക് നിർത്തി. ഒരു കൈ മാത്രം ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ കൈ ഇതാക്കി. ഒരേ കൈ. അവിടെ രണ്ട് കൈ മങ്ങിയ പറയില്ലേ. ഇവിടെ നോക്കി. അത് ഒരു കൈ മാത്രം നിർത്തി. അവിടെ രണ്ട് കൈ നിർത്തിയ പോലെ കാണാം.
ഇതാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്ന മൈക്രോഫോൺ. വാ, ഇത് ഇതാ പ്രധാനമന്ത്രി സംസാരിക്കുന്ന മൈക്കാണ്. രണ്ടഗ്രം തുറന്ന കുഴലുകൾക്കുള്ളിലെ വായു ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഇത് ഉത്തേജിപ്പിക്കും. കുഴികൾക്കുള്ളിലെ വായു ഉത്തേജിക്കപ്പെടുമ്പോൾ അവയുടെ ദൈർഘ്യത്തെ അനുസൃതമായ നാദങ്ങൾ ഉണ്ടാകും. അറിഞ്ഞില്ല, നിങ്ങൾ ഇത്ര വലിയ മുതീശ്വനാണെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇതെന്ത് എന്റെ പകുതി കാണാനോ, തല മാത്രം കാണുമ്പോ ഹെഡ് ഓൺ ദ പ്ലെയിൻ, കാല് തല മാത്രം കാണും. പിന്നിലോട്ട് ഒരു തല മാത്രം കാണും. പിന്നീട് മേശയിലുള്ള ദ്വാരമില്ലേ, മേശയിൽ ദ്വാരം ഉണ്ടെന്ന് വെച്ചാ മേശയിലുള്ള ദ്വാരമില്ലേ, അത് തല മാത്രം ഇതാക്കും. നിങ്ങളെ തല മാത്രം കിട്ടുന്നു, ബാക്കിയൊന്നും. ഉടലില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങൾ ഉടലെവിടെ പോയി? എല്ലാവർക്കും പോയിട്ട് സംഗതിയുടെ ഗ്ലാസ് സംഗതിയുടെ ഗ്ലാസ് അറിഞ്ഞ സംഗതിയുടെ ഗ്ലാസ് തൊപ്പി പോയി, തല മാത്രമല്ല തൊപ്പി പോയി. പറയൂ അഷ്റഫ്, എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? ഒരു തല്ലിനോട് ഞാൻ ഒരു തല്ലിന് ഇന്റർവ്യൂ ആക്കിയിട്ട് ഇതുവരെ നമ്മുടെ ബോഡി ഇന്റർവ്യൂ ഒരു തല്ലിന് ഇന്റർവ്യൂ ആക്കിയിട്ടുള്ള സൂര്യപ്രകാശം അഥവാ ധവളപ്രകാശം 7 നിറങ്ങളുടെ മഴവിൽ കാണുന്ന സംയുക്തമാണ്. ഒക്കെ നല്ല ഗുണാട്ടെ. വന്നോ നോക്ക്, ഇപ്പൊ 7 കളറില്ല. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഞമ്മ അതിനെ നോക്കിക്കൊണ്ടിരിക്കാം, ഒന്നും സംഭവിക്കും. നല്ല കാറ്റുണ്ട്, എന്തും സംഭവിക്കുന്നില്ല. അടവോ ഇതെന്ത് സ്വിച്ച് മോളത്തിൽ കറങ്ങാൻ അകത്തേക്ക് നോക്കുക. സ്വിച്ച് മോളത്തിൻ്റെ ചിത്രത്തിൻ്റെ സമ്പൂർണ്ണ ഒരു ഇത് സ്വിച്ച് അമർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കണാര അകത്തേക്ക് നോക്കും. തിരിക്കുന്ന മിഠായി പ്രകാശ സ്രോതസ്സിൽ നിന്നും ഒരേ അകലത്തിലുള്ള കറുത്തതും വെളുതുമായ ലോഹഗോളങ്ങളെ ഒരു നിശ്ചിത സമയത്തേക്ക് പ്രകാശിതമാക്കുന്ന കറുത്ത പ്രതലം കൂടുതൽ ചൂടുള്ളതാകുന്നു. പതിക്കുന്ന എല്ലാ പ്രകാശങ്ങളെയുമായി കറുത്ത പ്രതലം ചൂട് പിടിക്കുന്നു. പതിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നും ഒരേ അകലത്തെയാണ് കറുത്ത വസ്തു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് വെള്ളാപ്പള്ളി നിർദ്ദേശം വായിച്ചെങ്ങനെയാണ്? പ്രകാശ സ്രോതസ്സിൽ ഒരേ അകലത്തിൽ വെച്ചിട്ടുള്ള മോഹഗോളായ ഒരു സിതായ അനുപ്രസ്ഥ തരം. ഇത് നമുക്കുള്ളൊരു പരീക്ഷണം തരും. ഇത് വായിക്കൽ തന്നെ നമുക്കൊരു പരീക്ഷണം. അത് വായിച്ചോട്ട് പല്ല് 4 തെറിക്കും അപ്പുറത്തന്നെ. ഒരു തോന്നൽ മാത്രമാണ്. കാരണം മഞ്ഞ നിറങ്ങൾ അടിസ്ഥാനമായി ചോപ്പ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ അത് സുതാര്യമായ ഭാഗത്തോട് ഭൗതികമായി കാണുന്നു.
ഏടെ ചുവപ്പാടുള്ള ഇല്ല ചുവപ്പ് ചുവപ്പ് പ്രതലത്തിന് ഇതൊരു തോന്നൽ മാത്രമോ അല്ല ചുവപ്പ് ചതുരത്തിൽ ചലം ശ്രദ്ധിക്കണം ചുവപ്പ് ചതുരത്തിൽ അതിനുള്ളൂ ചുവപ്പ് തിരിഞ്ഞോണ്ട് അവിടെ തിരിഞ്ഞോണ്ട് പിന്നെ അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ അമർത്താൻ പൈസ ഇല്ലടാ അമർത്താൻ ഫ്രീ ഇടാ എന്ത് സംഭവിച്ചിട്ടില്ല എന്ത് സംഭവിച്ചിട്ടില്ലടാ ഇതല്ലേ സംഭവിക്കുന്നത് ഇതന്നെ ലൈറ്റ് ചേഞ്ച് ചെയ്യണം അത്രയും വേറൊന്നുമില്ല ഇത് നമ്മൾ ഇച്ചടി മമ്മതാക്കുന്നത് വാ ഇത് വീട് തിരിച്ചറാ കൈമുടി അമർത്തി ദ്രാവ രൂപത്തിലുള്ള വായു കുമിളകൾ മുകളിലേക്ക് ഉയരുന്ന ശ്രദ്ധിക്കുക കുമിളിലേക്ക് ഉയരുന്നവർ കുമിളകൾ വലുതായി വരുന്ന കാണാം കുമ്മം മുളയിലേക്ക് ഉയരുന്നവർ മതിലങ്ങൾ എന്ത് സംഭവിക്കുന്നു ചെയ്യുന്നു സ്ഥിരോരാശ്മി ഒരു കുമ്മള ഇവിടെ വന്നിട്ടില്ല തൂക്കി ചക്കത്തെ മുകളിൽ കൊട്ടി രക്ഷപ്പെടുക ആ താഴേക്ക് വിടുമ്പോൾ വൈകിട്ട് പോകുന്നല്ലേ എന്തുകൊണ്ട് സംഭവിക്കുന്നത് വൈജ്ഞാനിക അനന്തകുളത്തിന്റെ ആർദ്രത അങ്ങനെ അഷറഫിന്റെ പുതിയൊരു മാജിക്ക് ഇതാ 380ാമത്തെ ഒരു മാജിക്കാണ് ഇപ്പൊ കാണിക്കുന്നത് ഇതാ അഷറഫ് നല്ല സൈഡൊന്നും ഓർണാക്കട്ടെ പണി നിർത്തി അതെ അല്ല വിടർത്തേനെ ആ അറിയറി എത്തി എങ്ങനെ എത്തിയതാണ് മുകളിലേക്ക് പോവത് അല്ല ഇത് നിങ്ങൾക്ക് മുൾമുനയിൽ ഇരുന്നിട്ടുള്ള മുൾമുനയില്ല മുൾമുനയിൽ ഇരിക്കുന്ന ഞങ്ങൾ ആ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും പക്ഷെ ഇതൊന്നുമില്ല വേദന അനുഭവപ്പെടുന്നുണ്ടോ നോക്കി വെള്ളം ആരെങ്കിലും പമ്പ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ വികിരണത്തിന്റെ ഫലമായിട്ട് അന്തർലീനം സംഭവിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ കടന്നു കയറ്റുന്നത് 70,000 മുതൽ 10,000 വരെ വർഷങ്ങൾക്ക് മുൻപ് പ്ലീസ്റ്റോസീൻ യുഗത്തിൽ ജീവിച്ചിരുന്ന വാൾ പല്ലൻ പൂച്ച ഇത് പൂച്ച അറിഞ്ഞ സിംഹല്ലേജ് ഈ 70,000 കൊല്ലം മുന്നേ ജീവിച്ചത് എങ്ങനെ അവർക്കറിയില്ല ഇവിടെ 10 മിനിറ്റ് മനുഷ്യന്മാർക്ക് അറിയാനേ എന്തെല്ലാം തള്ളിയായിരുന്നു പറഞ്ഞു ഏറ്റവും വലിയ തള്ളൽ ഈ ശാസ്ത്രജ്ഞന്മാർ നടത്തി 70,000 കൊല്ലം മുന്നത്തെ കഥ സംഘടിപ്പിക്കും. അതിനുശേഷം 9-ാം തീയതി നമ്മള് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഈ വാട്സപ്പാണല്ലോ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ആ ഗ്രൂപ്പുകളിൽ നിന്നുള്ള നമ്മൾ നടത്തും. പാളയം പള്ളിയിൽ ജുമാ നമസ്കരിച്ച ശേഷം ഉപ്പള നിവാസിയുടെ സംസം ഹോട്ടലിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം മൃഗശാല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും മനോഹരവുമായ മൃഗശാലകളിൽ ഒന്നാണ്. 1857 സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇതിന് തുടക്കമിട്ടത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ മൃഗശാലകളിൽ ഒന്നാണിത്. നഗരമധ്യത്തിൽ ഏകദേശം 55 ഏക്കറോളം വരുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ 100-ലധികം ഇനം മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ പറ്റും. വെള്ളക്കടുവ, ബംഗാൾ കടുവകൾ, സിംഹങ്ങൾ, ഏഷ്യൻ ആനകൾ, കാണ്ടാമൃഗം, ഹിപ്പപ്പൊട്ടാമസ്, നീലഗിരി ലങ്കൂർ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. ഒട്ടകപ്പക്ഷികൾ, വർണ്ണപ്പക്ഷികൾ, വിവിധ ഇനം തത്തകൾ എന്നിവയുടെ വലിയ ശേഖരവുമുണ്ട്. രാജവെമ്പാല ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളെയും അല്ലാത്തവയെയും ഇവിടെ കാണാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മുതിർന്നവർക്കുമായി മൃഗശാലക്കുള്ളിൽ ഇലക്ട്രിക് വാഹന സൗകര്യം ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് സന്ദർശക സമയം. കഴുകൻ
Africa and go. Sir, check out this. Yeah, America. ഇതെന്ത് പക്ഷി അക്ഷരവാ പക്ഷേ എന്ത് പക്ഷി ഇത് പക്ഷികളുടെ വിഹാര കേന്ദ്രം. അത് ബ്രസീലിന്റെ തീർന്നതായെന്ന് തോന്നുന്നുണ്ട്. ബൈസിക്കിൾ ഇതിന്റെ പേരെന്തറിയോ? അല്ലല്ല, ഇത് ബയ്യ പൊട്ടാമസ്. അച്ഛനും അമ്മയും മോനും ഫാമിലി കുടുംബസമേതം. അപ്പൊ നീ പോയിരാന്തി നിങ്ങളെ ഫാമിലി മീറ്റ് വെക്കാൻ, നിങ്ങളെ ഫാമിലി മീറ്റ് ആട്ടാ. നീ പോയിരാന്തി ഇപ്പൊ പൊട്ടാമസ്. തിരുവനന്തപുരം മൃഗശാലയിലൂടെ അലഞ്ഞു തിരിയുന്ന കുടുംബക്കാരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന 3 പേർ. പ്രഥമ ശുശ്രൂഷ, കുടിവെള്ളം, ലഘുഭക്ഷണശാല. ഇത് വായിച്ചിട്ടാണ് അന്താച്ചാക്ക് ഒരു സന്തോഷമായത്. എസ്രവേ ലവം പുലിയാണ് കേട്ടെ, വെറും പുലിയല്ല, കഴുതപ്പുലി. ഇപ്പം ഈ കൂടെ മുകളിൽ എത്ര ബാക്കി സിനിമ ഉണ്ടോ? ഇതൊരു സന്ദർശകം വന്നിട്ടുണ്ട് ഇവിടെ. സന്ദർശനമല്ല, എന്താ സാർ കൊടുത്തില്ലേ ഇപ്പോൾ? സിനിമയിൽ അഭിനയിച്ചു മോഹൻലാൽ. എന്താ ഇതിൻ്റെ പേര്? പുലിമുരുകൻ. പുള്ളിപ്പുലി. ചായക്കട കണ്ടപ്പോഴാണ് അഷ്റഫിൻ്റെ മുഖത്തൊരു ഈമാനിൻ്റെ തിരിവട്ടം ഞങ്ങൾ കാണാനിടയായത്. മൃഗശാല സന്ദർശനത്തിനു ശേഷം തൊട്ടപ്പുറത്തുള്ള കനകക്കുന്ന് കൊട്ടാരവും നിശാഗന്ധി ഓഡിറ്റോറിയവും സന്ദർശിക്കാനായി ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മാതൃഭൂമി ചാനലിൻ്റെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഫോർ ലെറ്റേഴ്സ് എന്ന പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ നേരെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ തിരുവനന്തപുരം കന്യാകുമാരി യാത്രയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്.